ദി ഓർഫനേജ് വേഷം നിശബ്ദമായ ഒരു പ്രവൃത്തി 1942 നാസി സൈന്യം ഫ്രാൻസ് കീഴടക്കിയപ്പോൾ യഹൂദ കുടുംബങ്ങൾ വർദ്ധിച്ചുവരുന്ന പീഡനങ്ങളെ അഭിമുഖീകരിച്ചു. പല മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളുടെ ജീവനെ ഭയന്ന് അവരെ സംരക്ഷിക്കാൻ എല്ലാം പണയപ്പെടുത്തി അനുകമ്പയുള്ള പുരോഹിതന്മാരിൽ നിന്നും കന്യാസ്ത്രീകളിൽ നിന്നും സഹായം തേടി. അത്തരത്തിലുള്ള ഒരു സങ്കേതം ഫ്രഞ്ച് ഗ്രാമപ്രദേശത്തുള്ള ഒരു ചെറിയ കത്തോലിക്ക അനാഥാലയമായിരുന്നു. അത് സിസ്റ്റർ മേരി തെരേസും അവളുടെ കന്യാസ്ത്രീകളും നടത്തി. അവർ അഭയം പ്രാപിച്ച കുട്ടികളിൽ ഡേവിഡ്, സാറ, ഏലി എന്നിവരും ഉൾപ്പെടുന്നു. അവരുടെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുകയും നാടുകടത്തുകയും ചെയ്തു. കന്യാസ്ത്രീകൾ അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി ശ്രദ്ധാപൂർവം മറച്ചു. ഫ്രഞ്ച് ശബ്ദമുള്ള പേരുകൾ ഉപയോഗിച്ച് അവരെ രജിസ്റ്റർ ചെയ്യുകയും അവരെ ഇഴുകിച്ചേരാൻ സഹായിക്കുന്നതിന് അടിസ്ഥാന ക്രിസ്ത്യൻ ആചാരങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. കുട്ടികളോട് അവരുടെ ഭൂതകാലം ഒരിക്കലും വെളിപ്പെടുത്തരുതെന്ന് ഭീഷണിപ്പെടുത്തിയാലും പറഞ്ഞു. നിർഭാഗ്യകരമായ ഒരു ഉച്ചകഴിഞ്ഞ് ജൂത കുട്ടികളെ അവിടെ ഒളിപ്പിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് നാസി ഉദ്യോഗസ്ഥർ അനാഥാലയത്തിലേക്ക് ഇരച്ചുകയറി. അപകടം മനസ്സിലാക്കിയ കന്യാസ്ത്രീകൾ ദ്രുതഗതിയിൽ പ്രവർത്തിച്ചു. അവർ കുട്ടികളെ ചാപ്പലിൽ കൂട്ടിവരുത്തി. ക്രിസ്ത്യൻ പ്രാർത്ഥനകളും കുരിശടയാളം എങ്ങനെ ഉണ്ടാക്കണമെന്നും അടിയന്തിരമായി പഠിപ്പിച്ചു. കുട്ടികൾ ഭയചകിതരായെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു. നാസികൾ അകത്തു കടന്നപ്പോൾ കുട്ടികളെ കാണാൻ ആവശ്യപ്പെട്ടു. സിസ്റ്റർ മേരി തെരേസ് അവരെ ചാപ്പലിലേക്ക് നയിച്ചു. കുരിശടയാളത്തിൽ ചെറിയ കൈകൾ ചലിപ്പിച്ച് കുട്ടികൾ ഒഴുക്കോടെ പ്രാർത്ഥന ചൊല്ലുന്നത് ഉദ്യോഗസ്ഥർ നോക്കിനിന്നു. സംശയം തോന്നിയെങ്കിലും തെളിയിക്കാൻ കഴിയാതെ കുട്ടികളെ കത്തോലിക്കരാണെന്ന് വിശ്വസിച്ച് സൈനികർ പോയി. നാസികൾ പോയയുടൻ കന്യാസ്ത്രീകൾ കുട്ടികളെ ആലിംഗനം ചെയ്തു. ആശ്വാസത്തിന്റെ പ്രാർത്ഥനകൾ മന്ത്രിച്ചു. യുദ്ധം അവസാനിക്കുന്നതുവരെ കുട്ടികൾ അനാഥാലയത്തിൽ തുടർന്നു. തങ്ങളെ രക്ഷിച്ച സ്ത്രീകളുടെ ധൈര്യത്തിന് എന്നേക്കും നന്ദി പറഞ്ഞു. പതിറ്റാണ്ടുകൾക്ക് ശേഷം അനാഥാലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ കന്യാസ്ത്രീകളെ രാജ്യങ്ങളിലെ നീതിമാന്മാരായി ആദരിച്ചു.